മഠത്തില് പൂജകളെല്ലാതും തുടങ്ങുന്നത് 10 മണി മുതൽ 5 മണി വരെയാണ്. അതായത് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ദർശന സമയം എപ്പോഴാണെന്നുള്ളത്. അത് 10 മണി മുതൽ 5 മണി വരെയാണ്. 10 മണിക്ക് നമ്മൾ നട തുറന്ന് നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും കണ്ട് തൊഴുത് അരിമ്പൂവെല്ലാം വാങ്ങിച്ചു പോയി നാളികേരൊക്കെ ഉഴിഞ്ഞു വെച്ച് നമ്മുടെ എല്ലാ പൂജാ പ്രോസസ്സുകളും ഈ 10 മണി മുതൽ 5 മണി വരെയാണ് പബ്ലിക്കിനുള്ളത്. ഇതിന് മുന്നുള്ള സമയത്ത് മഠത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ആർക്കും നമ്മൾ എൻട്രൻസ് കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ അറിയാലോ, താമ്പൂല ജ്യോതിഷ പ്രകാരം സ്വാമിയുടെ ശക്തി ചൈതന്യം സ്വാമി ദർശനത്തിൽ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തികച്ചും സൗജന്യമായിട്ടാണ് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നത്. അതിനോട് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാമി എന്ന് പറയുന്ന അതിശക്തമായ ചൈതന്യം, പ്രത്യേകിച്ച് വിഷ്ണുവായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും അതിശക്തമായ ചൈതന്യത്തിലൂടെ ജീവിത വിജയത്തിലേക്ക് എത്തിയ ഞാനും എൻ്റെ കുടുംബവും ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് തികച്ചും അവർക്ക് സൗജന്യമായി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കാൻ കാരണം എൻ്റെ അടുത്തേക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ടോ എൻ്റെ പോസ്റ്റർ കണ്ടിട്ടോ എൻ്റെ അടുത്തേക്ക് ഒരു വ്യക്തി വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലെങ്കിലും അവൻ എത്ര വലിയ ദുരിതത്തിലായാലും അവൻ എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവൻ എന്നെ ഒന്ന് വന്ന് കാണുന്നതിന് വേണ്ടി ഒരു ഫീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഫീസ് അവരുടെ കയ്യിൽ ഇല്ലാത്ത കാരണം എന്നിലേക്ക് എത്താതെ ചിലപ്പോൾ അവർക്ക് ആത്മഹത്യയോ പലതരത്തിലുള്ള പ്രശ്നങ്ങളോ അവർ ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, എൻ്റെ അടുത്ത് വന്ന് കണ്ടു കഴിഞ്ഞാൽ നാളെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവർക്ക് എല്ലാ വിഷമങ്ങളും തുറന്നു പറയാനൊരു വേദി പൊയ്യാറ ശ്രീ വിഷ്ണുവായ മഠത്തിലുണ്ട്. എന്നോട് സംസാരിക്കാം. എന്നിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങളും എന്നിൽ നിന്ന് കിട്ടുന്ന ആ ഗൈഡൻസും അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായി അവൻ സൂയിസൈഡ് ചെയ്യാതെ അവൻ്റെ ജീവിത വിജയം നേടാനായിട്ട് അവരുടെ ജീവിത വിജയം നേടാനായിട്ട് അത് ഉപകാരപ്പെടാണെങ്കിൽ അത് വേണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളത് സൗജന്യം ചെയ്യുന്നത്. അല്ലാതെ ആൾക്കാർ മുഴുവനും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടല്ല, ആൾക്കാരെ കൂടുതൽ അട്രാക്ട് ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടല്ല സൗജന്യം ചെയ്യുന്നത്. സൗജന്യം ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായാലും എത്ര വലിയ സാമ്പത്തികമുള്ള ഒരാളായാലും ആ വ്യക്തിക്ക് ഈ വ്യക്തിയുമായിട്ടൊന്ന് സംസാരിക്കാനുള്ള ഒരു മാർഗത്തിന് ഒന്നും തടസ്സമല്ല. പണവും തടസ്സമല്ല, നിങ്ങളുടെ ജാതി തടസ്സമല്ല, നിങ്ങളുടെ കളറ് തടസ്സമല്ല. നിങ്ങൾ ഏത് തരത്തിലുള്ള ആളായാലും നിങ്ങൾക്ക് വരാമെന്നുള്ളത് ഉദ്ദേശത്തെ ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വേർഡ് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൾക്കാർ വരുന്നു, നമ്മൾ ചിന്തിക്കാൻ എല്ലാവരും ഞാൻ ഒറ്റപ്പെട്ടു, എനിക്ക് ആരും സപ്പോർട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ആരും എനിക്ക് സപ്പോർട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, അതിൽ മതവുമില്ല, അതിൽ കളറും ഇല്ല, ജാതിയില്ല, ഒന്നുമില്ല. എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വിചാരമാണ് ആ മതത്തിലുള്ള ആൾക്കാർ നന്നായി ജീവിക്കുന്നു, ഈ മതത്തിലുള്ള ആൾക്കാർ നന്നായി ജീവിക്കുന്നു, അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ച് മനുഷ്യരാണ് എല്ലാവരും, ആർക്കും ആരുമില്ല എന്നുള്ളതാണ് പലപ്പോഴും എനിക്കെൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത്. ചിലപ്പോൾ സ്വന്തം കുടുംബം പോലും ഉണ്ടാവില്ല. അത് ഏത് മതത്തിലുള്ള ആൾക്കാരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി ആരെയും സപ്പോർട്ട് ചെയ്യാത്തൊരു സാഹചര്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള റിയൽ ലൈഫ് മനുഷ്യരോടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ വെറുതെ ഒരു ഊഹാപോഹം, എനിക്ക് കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്താൽ ഞാൻ വിജയിക്കും, അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഇല്ലാന്നേ. ഒരു ബിസിനസ് എടുത്തോട്ടെ, അതിലെല്ലാവരും കൂടി സഹകരിക്കുമ്പോൾ തന്നെയാണ് ബിസിനസ് ഉണ്ടാകുന്നത്. അവിടെ ഒന്നും മതമില്ല, അവിടെ ഒന്നും ജാതിയില്ല. മനുഷ്യൻ നന്നായാൽ എല്ലാവരുടെ പ്രശ്നങ്ങളും മാറുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും മരണമുള്ള ഒരു വ്യക്തിയാണ്. എനിക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എൻ്റെ ഭാര്യയും മക്കളുമായി ജീവിക്കുമ്പോൾ മറ്റുള്ള കുടുംബങ്ങളിലേക്ക് എൻ്റെ അറിവുകളെ ഷെയർ ചെയ്യുക, അവരെ ഒന്ന് കൂടെ നിർത്തുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മളിത് ചെയ്യണേ. അപ്പൊ നിങ്ങൾ അമ്പലത്തിലേക്ക് വരുന്നത് 10 മണി മുതലുള്ള ഒരു സമയത്ത് ഇവിടെ എത്താൻ പാടുള്ളൂ. അതിനു മുന്നേ മഠത്തിലേക്ക് നമ്മൾ വരരുത്. കാരണം ഇവിടെ പലരും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാ, ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാ. അവർ ട്രെയിൻ ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഫ്രഷപ്പ് ചെയ്യാനോ അവർക്കൊരു ടോയ്ലറ്റ് സൗകര്യങ്ങളോ നമുക്കൊന്നും അങ്ങനെ ഒരു ക്രൗഡിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചൊരു വീടാണ്, മഠമാണ്. അപ്പൊ നിങ്ങളുടെ ടൈം എപ്പോഴാണ്? നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ടൈം 10 മണി മുതൽ 2 മണി വരെയാണ് താമ്പൂല ജ്യോതിഷ പ്രകാരം ഞാൻ പ്രശ്നപരിഹാരങ്ങൾ ചെയ്യുന്നത്. ആ സമയത്ത് വരിക. ആ വരുന്നതിന്റെ ക്രൗഡ് ഒരുപാട് വരാതിരിക്കാൻ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് ബുക്കിംഗ് സിസ്റ്റം വെക്കുന്നത്. നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വന്നാൽ ഞാൻ ഉള്ള ദിവസം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ എത്താൻ ബുദ്ധിമുട്ടില്ല, കറക്റ്റായ ലൊക്കേഷൻസ് കിട്ടും. എല്ലാതും പ്രോപ്പറായി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് കൃത്യമായി എത്തുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് ചെയ്യുന്നതാണ്.
അപ്പം നിങ്ങളത് പാലിക്കുക. ആരോടും നമുക്ക് ദേഷ്യമില്ല. എന്തെല്ലാം പ്രശ്നങ്ങളാണ്, പലതരത്തിലുള്ള പ്രേത അനുഭവങ്ങൾ, പലതരത്തിലുള്ള ആഭിചാര അനുഭവങ്ങൾ, പലതരത്തിലുള്ള ദുരിതങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ജീവിതത്തിൽ ഒരാൾ പോലും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനില്ലാത്തൊരു സാഹചര്യത്തിലാണ് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ ഞാനും എൻ്റെ കുടുംബവും നിങ്ങളുടെ കൂടെ ഒരുമിച്ച് നിന്ന് എന്നാൽ കഴിയുന്നതായിട്ടുള്ള സപ്പോർട്ട് തരാനായിട്ട് നിൽക്കണം. അപ്പം അത് നിങ്ങളും കൂടി സഹകരിക്കണം, നിങ്ങളും കൂടി നമ്മുടെ ഒപ്പം ഉണ്ടാവണം. നമുക്ക് ഒരുമിച്ച് സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിച്ച് ജീവിത വിജയം നേടിയെടുക്കാം. എല്ലാവരും വിജയിക്കട്ടെ.